നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട് സമാധാന സേന അവരുടെ നേതൃത്വത്തിൽ ഉക്രൈനിലുണ്ടാകും. സീസ്ഫയറിന് ഈ എഗ്രിമെന്റ് വന്ന ശേഷം 30 ഡേയ്സ്. അതേപോലെ തന്നെ ഫ്രാൻസ് അതുപോലെ സഹകരിക്കുമെന്ന് പറഞ്ഞു. മറ്റ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ റഷ്യ തള്ളിക്കളഞ്ഞു. അപ്പോൾ അമേരിക്ക ഒരു പ്രപ്പോസൽ വെച്ചു, യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. അതിൽ ഇന്ത്യ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനെ റഷ്യ സ്വാഗതം ചെയ്ത്, ഇന്ത്യയാണെങ്കിൽ അവിടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് വരുവാണെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ ടോക്സും സ്റ്റാർട്ട് ചെയ്തു ബാക്ക് ഡോറിൽ കൂടി ഇന്ത്യയുമായിട്ട്. അതിനിടയ്ക്ക് റഷ്യ പറഞ്ഞു, യുണൈറ്റഡ് നേഷനേക്കാളും ഇന്ത്യൻ ഫോഴ്സ് വരട്ടെ, അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവർ ന്യൂട്രൽ ആയിരിക്കും. ആ രാജ്യത്തിന് ഒരു രാജ്യത്തോടും യുദ്ധം ചെയ്യണം താല്പര്യമില്ല. ഇതും ഏകദേശ ധാരണയിലോട്ട് പോവുകയാണ്. യുണൈറ്റഡ് നേഷന്റെ ഫോഴ്സിൽ ഇന്ത്യ ഹെഡ് ചെയ്യുന്നു. അത് ഇന്ത്യ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ്, സമാധാന സേനയായിട്ട് ഉക്രൈനിൽ പോകുന്നു. അപ്പൊ ഇതിന്റെ പണം മുഴുവൻ ഉക്രൈനാണ് ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന ചെലവുകൾ അതിനും ഉക്രൈൻ തയ്യാറാണ്. അവസാനം ഉക്രൈന് സമ്മതിക്കേണ്ട സ്ഥിതിയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ത്യൻ സേനയുടെ പ്രസൻസ്, അതായത് ഫ്രണ്ട് ലൈനിൽ ഇന്ത്യൻ സേനയായിരിക്കും ഉക്രൈനിൽ സമാധാന സേനയായിട്ട് പോകുന്ന ഏകദേശ ധാരണയായി. ഇതിന്റെ ഫൈനൽ ലാപ്പ് ഒന്നും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ റഷ്യ ഒരു കാരണവശാലും ഈ നാറ്റോ രാജ്യങ്ങളും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈൻ്റെ അകത്ത് സമാധാന സേനയായിട്ട് വരണമെന്ന് അവർക്ക് താല്പര്യമില്ല. കാരണം ഈ നാറ്റോ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് അമേരിക്ക കയറി ഇടപെടും ഡയറക്റ്റ്.